നമ്മൾ സഹിക്കണം, കുറേയൊക്കെ നന്മകൾ നമ്മൾ ചെയ്യണം. അതാണ് ജീവിതത്തിൽ മിച്ചമുള്ള കാര്യം. അത് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ കുറേ അധികം പണം കൈകാര്യം ചെയ്ത് വെച്ചാൽ അത് പിന്നെ എങ്ങനെ ആര് കൈകാര്യം ചെയ്യുമെന്ന് പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് അതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ കാണും. തീർച്ചയായിട്ടും ഈ ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ഒരുപാട് പേര്, മാമ്പഴ നാരായണ സ്വാമി അടക്കം ഒരുപാട് വ്യക്തികൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം മുമ്പിലാണ് ഈ ക്ഷേത്രം നമ്മളിന്ന് പൂർത്തിയാക്കുന്നത്. അവരുടെ എല്ലാം മനസ്സിൻ്റെ സന്തോഷത്തിന്, അവൻ്റെ ആത്മാവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ഷേത്രം ഇവിടെ പൂർത്തിയാക്കുന്നത്. ചുറ്റുപാടും താമസിക്കുന്നവരിൽ നിന്നെല്ലാം നല്ല സഹകരണമാണ് ഉണ്ടായത്. നമ്മളിവിടെ ഒരു കക്കൂസ് മുറിയൊക്കെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റണം എന്നവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ സന്തോഷത്തോടെ അത് പൊളിച്ചു മാറ്റി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് വേണ്ടാവും പറഞ്ഞ്, ഞാനും വാളാത്തേക്ക് താമസം മാറുകയാണ്, തിരുവനന്തപുരത്ത് താമസം. സാറ് വാളാത്തൊന്ന് താമസിച്ചതുകൊണ്ട് എനിക്കും വാളാത്ത് താമസിക്കാം എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലോട്ട് പോരുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ, അത് നല്ല മാറ്റങ്ങളാണ്. നമുക്ക് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ അന്വേഷിച്ച് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഉള്ളവർ തന്നെ പോകുന്നില്ല എന്ന പരാതി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്നവൻ പറഞ്ഞു. ഞാനൊരു കാര്യം, നമ്മൾ ആഹ്വാനം ചെയ്തൊന്നും ആരെയും അമ്പലത്തിൽ വിടാൻ പറ്റത്തില്ല. നാളെ മുതൽ എല്ലാവരും അമ്പലത്തിൽ പോയിക്കൊണ്ടോ, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അമ്പലത്തിൽ പോയില്ലെങ്കിൽ ചൂരലിനടിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്ഷേത്രത്തിൽ പോകേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണെന്ന് അവനവന് തോന്നണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.